السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. روي عن بعض الصحابة أنه قال لرجل: ألا أعلمك طبا تتعايا فيه الأطباء، وعلما تتعايا فيه العلماء، وحكمة تتعايا فيها الحكماء. സ്വഹാബാക്കളിൽ ഒരാളോട് ചോദിച്ചു: അലാ ഉഅല്ലിമുക, താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, തിബ്ബൻ, ഒരു ചികിത്സാ മുറ, തതആയാ ഫീഹിൽ അത്തിബ്ബാഉ, അതേക്കുറിച്ച് ഡോക്ടർമാർക്ക്, ബിഷഗ്വരന്മാർക്ക് അവരൊക്കെ അശക്തരായി പോയിരിക്കുന്നു, അവർക്ക് വേണ്ട വിധം അതിലിടപെടാൻ കഴിയില്ല, അവർ അശക്തത പ്രകടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചികിത്സ. വഇൽമൻ, ഒരു ഇൽമ്, അറിവ് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. തതആയാ ഫീഹിൽ ഉലമാഉ, ആ അറിവിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാര് അശക്തത പ്രകടിപ്പിക്കും. അതുപോലെ വഹിക്മത്തൻ, ഒരു തത്വത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, ആ തത്വത്തിന്റെ വിഷയത്തിൽ, തത്വജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഹുക്കമാക്കൾ, തത്വജ്ഞാനികളായ ആളുകൾ അശക്തത പ്രകടിപ്പിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു: ബലാ, നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു തരൂ. അപ്പൊ അമ്മ തിബ്ബുല്ലദീ തതആയാ ഫീഹിൽ അത്തിബ്ബാഉ, വിഷഗ്വരന്മാർ, വൈദ്യന്മാർ, ഡോക്ടർമാരൊക്കെ ആകെ അശക്തരാകുന്ന, അശക്തത പ്രകടിപ്പിക്കുന്ന ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ അതെന്താ? ഫജ്ലിസ് അലൽ മാഇദ, നീ ഒരു സുപ്രക്കുമേൽ, ഭക്ഷണ മേശക്കു ചുറ്റും നീ ഇരിക്കുക, ഭക്ഷണ മേശക്ക് മേൽ നീ ഇരിക്കുക. ഏതവസ്ഥയിൽ? അൻത ജാഇഉൻ, വിശക്കുന്നവനായ അവസ്ഥയിൽ. അപ്പൊ വിശപ്പോടുകൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക. വഖും അൻഹാ, ആ ഭക്ഷണത്തെ തൊട്ട് നീ എഴുന്നേൽക്കുക, ആ മാഇദത്തിനെ തൊട്ട്. ഏതവസ്ഥയിൽ? അൻത തശ്തഹീഹി, നീ ആ ഭക്ഷണത്തെ ആഗ്രഹിക്കുന്ന, അതിലേക്ക് കൊതിയുള്ള അവസ്ഥയിൽ. ഇപ്പൊ വയറൊക്കെ പൂർണ്ണമായി നിറച്ച് ഇനി ഒന്നും അങ്ങോട്ട് ചെല്ലാൻ ഒരു ഗ്യാപ്പുമില്ല, ഇനി വേണ്ട എന്ന് മടുത്തി എഴുന്നേൽക്കല്ല. ആ ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കെ തന്നെ, എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാതെ എഴുന്നേൽക്കുക, അത് വലിയൊരു ട്രിബാണ്. മറ്റൊന്ന്, അമ്മൽ ഇൽമുല്ലദീ യതആയാ ഫീഹിൽ ഉലമാഉ, പണ്ഡിതന്മാരൊക്കെ ആകെ അശക്തത പ്രകടിപ്പിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ, ഫഇദാ സുഇൽത അൻ ഷൈഇൻ, നീ വല്ലതിനെയും സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, നിന്നോട് എന്തോ വിഷയം അന്വേഷിക്കപ്പെട്ടു, ചോദിക്കപ്പെട്ടു. ലാ തഅലമു, അതേക്കുറിച്ച് നിനക്കറിയില്ല, നിനക്കറിയാത്തൊരു വിഷയം ആളുകൾ നിന്നോട് ചോദിച്ചു, വല്ല മസാലയോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചു, എന്നാൽ നിനക്കറിയില്ലെങ്കിൽ ഫഖുൽ അല്ലാഹു തആല അഅലം, അള്ളാഹുവാണ് സർവജ്ഞൻ, അള്ളാഹുവാണ് അറിയുന്നവൻ എന്ന് നീ പറഞ്ഞു ഒഴിവാക്കണം. അതല്ലാതെ അറിയാത്ത വിഷയങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് നാണക്കേട് വിചാരിച്ച് എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ പാടില്ല. അത് ഉലമാ അശക്തത പ്രകടിപ്പിക്കുന്ന ഒരു വിഷയം. വഅമ്മൽ ഹിക്മത്തുല്ലത്തി തതആയാ ഫിഹൽ ഹുക്കമാഉ, അപ്പൊ പണ്ഡിതന്മാരൊക്കെ, ഈ ഹുക്കമാക്കൾ, തത്വജ്ഞാനികൾ, അവരൊക്കെ അശക്തത പ്രകടിപ്പിക്കുന്ന ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാല്, ഫൈദാ ജലസ്ത ഫീ നാദി ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ സദസ്സിൽ നീ ഇരുന്നു, ഒരു ഗ്രൂപ്പിലോ ക്ലബിലോ, നാദി എന്ന് പറഞ്ഞാൽ സാധാരണ ക്ലബ് എന്നാ. അപ്പൊ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നീ ഇരുന്നു. എന്നാൽ ഫസ്കുത്ത്, നീ മൗനിയാകുക, നീ അങ്ങ് സംസാരം തുടങ്ങി ജോറാവണ്ട. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, സംസാരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം. അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അവിടെയാണ് നമ്മുടെ പരാജയം. എന്തെങ്കിലുമൊക്കെ കയറി അഭിപ്രായം പറഞ്ഞ് അവിടെ നിന്ന് ആളായാലേ ഉള്ളൂ നമുക്ക് വിലയും നിലയും ഉള്ളൂ എന്നാണ് നമ്മളെ ചിന്ത. അതൊക്കെ ആഖിറത്തിലും വിലയിടിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നീ ഇരുന്നാൽ ചാടി അഭിപ്രായം പറഞ്ഞ ആളാകണ്ട. ഫസ്കുത്ത്, നീ മൗനിയാകുക. എന്നിട്ട് ഫൈൻ അഫാദു ഫിൽ ഖൈരി, ആ ജനങ്ങൾ നന്മയിലാണ് അവരുടെ പ്രവേശമെങ്കിൽ, നന്മയിലാണ് അവരുടെ സംസാരമെങ്കിൽ, ഫാഫിദു മഅഹും, അപ്പൊ നീയും അവരോട് കൂടെ സംസാരിച്ചു, നല്ല കാര്യമാണെങ്കിൽ. വൈൻ അഫാദു ഫി ശരി, അതല്ല അവര് വല്ല ഷെറിലും നാശകരമായ കാര്യത്തിലാണ് അവരുടെ സംസാരം, വല്ല ഗീബത്തോ വല്ല നമീമത്തോ വല്ല ഫിത്നയോ ഫസാദോ
അങ്ങനെ ഒരാളെ ഉൽമാക്കുന്ന എന്തെങ്കിലുമൊക്കെ അഭിപ്രായമാണെങ്കിൽ ഫഖും അൻഹു, നീ അവരെ തൊട്ട് എഴുന്നേറ്റ് പോരുക. കാരണം അതെല്ലാം ആഖിറം നഷ്ടപ്പെടുത്തി കളയും. ആഖിറമാണല്ലോ ഇപ്പൊ നമ്മൾ ഇപ്പോഴും ഓതിയില്ല, വല്ലാഖിറത്തു ഖൈറു വഅബ്ഖാ. ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നത്, അത് മാത്രമാണ് ഖൈർ, അത് മാത്രമാണ് എന്നെന്നും ബാക്കിയാകുക, ബാക്കിയൊക്കെ പോകും. അപ്പൊ അവിടെ കോട്ടം തട്ടുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല കാര്യമാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം കൂടുക. അതല്ല ഗീബത്താണ്, നമീമത്താണ്, ഒരാളെ ഉൽമാക്കുന്ന വർത്തമാനമാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകുക എന്ന് സ്വഹാബാക്കളിൽ ചിലർ ഒരാളോട് പറഞ്ഞതായി ഇമാം അബുൽ ലൈത്ത് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശത്തിന്റെ എല്ലാം പൊരുൾ ഉൾക്കൊണ്ട് അപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.